ചാണ്ടിമോന്റെ UK സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില അണിയറ രഹസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. പൊടുന്നനെ ചാണ്ടിമോന് UK-യിൽ ഒരു ചീട്ടുകളി ക്ലബിന്റെ ഉദ്ഘാടനത്തിലേക്ക് അവസരമുണ്ടാക്കി കൊടുത്ത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയോ? UK-യിലെ സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അനീഷ് എബ്രഹാം എന്ന വ്യക്തിയാണ്. ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചാണ്ടിമോൻ അവിടെ ചീട്ടുകളി ക്ലബിന്റെ ഉദ്ഘാടനത്തിന് അവസരമുണ്ടാക്കിയത്. അങ്ങനെയുള്ള അനീഷ് എബ്രഹാം ആരാണെന്ന് നാട്ടുകാർ അറിയണം. അനീഷ് എബ്രഹാം ആരാണെന്ന് വിശദീകരിക്കേണ്ടത് അയാളിലൂടെ ദുരനുഭവം നേരിട്ട വ്യക്തിയായിരിക്കണമല്ലോ. സ്വയം ചമഞ്ഞ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അവിടെ താമസിക്കുന്ന പലരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന പരിപാടിയും പല മലയാളികൾക്കെതിരെയും വ്യാജ വാർത്ത സൃഷ്ടിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആര്? ഞാനല്ല. ഇദ്ദേഹം ചെയ്ത ദ്രോഹ പ്രവർത്തനം കൊണ്ട് ആത്മഹത്യയുടെ വക്കോളമെത്തിയ ഒരാളുടെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, ചാണ്ടിമോനെ UK-യിലേക്ക് കൊണ്ടുപോയ അനീഷ് എബ്രഹാം എന്ന വ്യക്തിയുടെ പൊയ്മുഖം നാട്ടുകാർ കൂടി അറിയണം. നമസ്കാരം, ഞാൻ ഹരൺ ഹാരിസൺ. എൻ്റെ പേര് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ കേട്ട് കാണും. വ്യാജമായിട്ടുള്ള വാർത്തകൾ കേട്ട് കാണും. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറേ ഹറാസ്മെൻറ്റിലും ഫേക്ക് അലഗേഷനിലും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ വലിയ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല ഇതിൽ വരാനായിട്ട്. പിന്നെ ജീവിതം തൊലഞ്ഞിരിക്കുന്നവന് ഇനിയിപ്പം നോക്കിയിട്ട് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു മരണപുരിയായിട്ട് വരെ എടുക്കാം. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരാമർശിക്കുന്ന ആളുകളെല്ലാം ഇതിന് ഉത്തരവാദിയായിരിക്കും. എനിക്കോ, ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബത്തിനോ, എൻ്റെ സുഹൃത്തിനോ, സുഹൃത്തിൻ്റെ ഫാമിലിക്കോ. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ ഓൾറെഡി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിലയിരുത്തി എന്നിലേക്കും എൻ്റെ സുഹൃത്തിൻ്റെ ഇടയിലേക്കും ഒരു സെൻസിറ്റീവ് കേസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള നിലയ്ക്ക് വന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വ്യക്തി വരികയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനല്ല, സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയും പിന്നീട് ഞങ്ങൾ ആർക്കെതിരാണോ നിന്നത്, അതായത് ഒരു 2 വർഷം മുന്നേ ഇവിടെ UK-യിൽ ഒരു പെൺകുട്ടി വളരെ ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി എന്ന് പറയുന്നത് എൻ്റെയും ഇപ്പോൾ അസോൾട്ടിൽ പെട്ട എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും മ്യൂച്വൽ ഫ്രണ്ടാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തു. കേസായി, അത് ചാർജായി. ഓൾറെഡി ഈ പറയുന്ന പോലെ സസ്പെക്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും വന്നതാണ്. പക്ഷെ ഞങ്ങൾ മീഡിയയിലോട്ട് പോയില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നമുക്കൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിനെ തുടർന്ന് അതിന് എതിര് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തും ഒരു സൈബർ കൊട്ടേഷൻ എന്നുള്ള നിലയ്ക്ക് മിസ്റ്റർ അനീഷ് എബ്രഹാം എന്നെ ആദ്യം വളരെ ലാളിത്യത്തോടുകൂടി എന്നോട് സംസാരിക്കുകയും എന്നെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു. പിന്നെ അതൊരു ഭീഷണിയായി മാറുകയായിരുന്നു. പിന്നീട് അനീഷ് എബ്രഹാം സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണോ അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ വഴങ്ങാത്തത് കൊണ്ടും കേസിൽ നിന്നും പിന്മാറുന്നത് കൊണ്ടും അവർ എൻ്റെ പേരിൽ പല വിധത്തിലുള്ള കേസുകൾ ഇറക്കി. അതിൽ ഹണി ട്രാപ്പ് പെടും, ഈ പറയുന്നത് പോലെ ഫേക്ക് വ്യൂമൺ അബ്യൂസ് പെടും, അതേപോലെ തന്നെ വിവാഹ തട്ടിപ്പ്, അങ്ങനെ പലതും പെടും. അനീഷ് എത്ര പേർക്കെതിരെ ആവശ്യമില്ലാതെ സൈബർ കൊട്ടേഷൻ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അനീഷിനെ എന്തായാലും അനീഷ് എബ്രഹാം എന്നെനിക്ക് വിളിക്കാൻ കഴിയില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ ഡയറക്റ്റ് അറിയില്ല. ഇൻഡയറക്റ്റ് അറിയാവുന്നത് എൻ്റെ പേര് വെച്ച് കളിച്ചുകൊണ്ടാണ്. അത് 2 വർഷം മുന്നേ പുള്ളി എൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഇറക്കി. പുള്ളി പറഞ്ഞത് ഞാൻ അറസ്റ്റിലാകപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ അറസ്റ്റിലാകപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഞാൻ ലീഗലായിട്ട് അതിനെതിരെ മൂവ് ചെയ്തതുകൊണ്ട് ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു കം ടു സോഷ്യൽ മീഡിയ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിനെ തുടർന്ന് ഈ 2 വർഷത്തിന് ശേഷം അനീഷിന് എന്നെ സോഷ്യൽ ആക്രമണങ്ങളിൽ ഇരയാക്കാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അനീഷ് ഇട്ട ചൂണ്ടയിൽ കൊത്തി വീരാത്തത് കൊണ്ട് അനീഷ് റീസെൻ്റ്ലി എനിക്കും എൻ്റെ സുഹൃത്തിനും സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ട് വന്നു സ്വന്തം നാട്ടുകാരിൽ നിന്നും. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോയപ്പോൾ ആ പ്രതി നമുക്കെതിരെ ആക്രമണം നടത്തുകയും എൻ്റെ സുഹൃത്തിനെ വളരെ ദാരുണമായിട്ട് കഴുത്ത് നെരിച്ച് കൊലപാതകത്തിൻ്റെ അറ്റം വരെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു ബൈറ്റിംഗ് ഉണ്ടായി. അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഓൾറെഡി മനോരമയിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ മനോരമ ന്യൂസ് കൊടുക്കാം. പക്ഷേ ഇതിനെ തുടർന്ന് തെറ്റ് ചെയ്ത വ്യക്തിക്ക്
സപ്പോർട്ട് ചെയ്ത് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള പക എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി ഈ ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ആവശ്യമില്ലാത്ത തരത്തിൽ പല അലഗേഷൻസ് നടക്കുന്നുണ്ട്. ഇതിന് പോലെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് പോലും അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു കാര്യം പോലും അനീഷിൻ്റെ കയ്യിലില്ല. ഞാൻ അന്ന് 2 വർഷം മുന്നേ ഒരു സെൻസിറ്റീവ് കേസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എനിക്കുള്ളത് കൊണ്ട്, അതിൻ്റെ അഡ്വൈസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് അനീഷ് വിചാരിച്ചു ഇപ്പം ഞാൻ മിണ്ടാതിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അനീഷ് ചെയ്യുന്നത്, ഞാനടങ്ങുന്ന എൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ സുഹൃത്തിനെയും സുഹൃത്തടങ്ങുന്ന കുടുംബത്തെ, പിഞ്ചു കുഞ്ഞുണ്ട്, അവനെ നിരന്തരമായിട്ട് പ്രൈവറ്റ് കോളിൽ വിളിച്ച് അവനെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല മനോരമ ന്യൂസ് പോലും സ്ക്രീൻഷോട്ട് എടുത്ത് സ്വന്തം പ്രൊഫൈലിലിട്ട് ഞങ്ങളെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഉപദ്രവിച്ചവന് അവാർഡ് നാമനിർദ്ദേശം നടക്കാമെന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അനീഷ്. അപ്പം അവാർഡ് നാമനിർദ്ദേശത്തിന് നമ്മൾ ലിസ്റ്റിൽ കയറണമെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മറ്റുള്ളവൻ്റെ ജീവിതം തൊലച്ച് ഭീഷണിപ്പെടുത്തി അനീഷിനെ പോലുള്ളവരെ കൂട്ടുപിടിച്ച് നിൽക്കണമെന്നുള്ള എലിജിബിലിറ്റി ഒക്കെ വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ അവാർഡിന് യോഗ്യനല്ല. പക്ഷെ പകരം എൻ്റെ ജീവന് ഞാൻ റെസ്പോൺസിബിലിറ്റി അനീഷിൻ്റെ കയ്യിൽ കൊടുക്കും. കാര്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത അലഗേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫേക്ക് അലഗേഷനാണ്, ബട്ട് ഇറ്റ്സ് ഓൾ അണ്ടർ ഹറാസ്മെൻറ്റ്, കണ്ടിന്യൂസ് ഹറാസ്മെൻറ്റ്. അത് നാട്ടിലുമുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും ഇവിടുത്തെ ബ്രിട്ടീഷ് പോലീസിൻ്റെ സൈഡിൽ നിന്നും ഇവിടുത്തെ ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് അനീഷിനെതിരെ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും വെച്ചിട്ട് നിയമ നടപടിക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിനു മുന്നേ ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. കാര്യം ഇനിയും വരാൻ പോകുന്ന ന്യൂസുകളൊക്കെ അനീഷ് എബ്രഹാമിനെ പോലുള്ള ഞാൻ മാമ എന്നേ പറയുള്ളൂ. കാര്യം ഇങ്ങനെയുള്ളവരെ ഫുൾ നെയിം വിളിച്ച് വിളിക്കാനായിട്ട് പറ്റില്ല. ദേ ഡോണ്ട് ഡിസേർവ് റെസ്പെക്റ്റ്. കാര്യം അനീഷ് എബ്രഹാമിനെ പോലുള്ള മാമകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുവെന്നും ആരുടെയൊക്കെ ലൈഫ് തൊലിക്കുന്നു എനിക്കറിയാം. അതിൽ ഏറ്റവും വലിയ ഇരയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അറിയാമല്ലോ. എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും ഒരു സുഹൃത്ത്, അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം, ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നതിൻ്റെ പേരിൽ, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച വലിയ മുതലാളികൾക്കെതിരെ നിന്നതിൻ്റെ പേരിൽ ജീവിതവും സ്വന്തം റെപ്യൂട്ടേഷനും ഐഡൻറ്റിറ്റിയും ഒക്കെ നശിപ്പിക്കേണ്ടി വന്നവനാണ് ഞാൻ. പക്ഷെ അന്ന് ഞാൻ പ്രതികരിച്ചത് നിയമപരമായിട്ടായിരുന്നു. നിയമപരമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് തന്നെ എല്ലാം സൈലൻ്റ് ആയിരുന്നു. കാര്യം ഞാൻ ഇൻഫ്ലുവൻസർ അല്ലല്ലോ. പോസ്റ്റൊക്കെ എടുത്തിട്ടിട്ട് ഇവൻ പെൺകുട്ടികളെ ഹറാസ് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പണം തട്ടാൻ നോക്കുന്നു. ഇതിനൊക്കെ എവിടെയാണ് തെളിവ്? അനീഷ് മാമ പറയൂ. ഞാൻ അണ്ണി മാമ എന്ന് വിളിക്കേണ്ടി വരും. മാമൻ്റെ തെളിവുണ്ടോ? എന്നെ അറസ്റ്റ് ചെയ്തതിന് തെളിവുണ്ടോ മാമൻ്റെ കയ്യിൽ? പിന്നെ എത്തിക്കൽ ഹാക്കർ ഇറക്കിയോ? ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഒരിടത്തും പോയിട്ടില്ല. എനിക്ക് തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഭീഷണി നേരിടേണ്ടി വന്നതുകൊണ്ട് പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ നമ്പർ മാറ്റി എൻ്റെ പുതിയ നമ്പർ പോലീസുകാർക്ക് കൈമാറി രജിസ്റ്റേർഡ് ചെയ്തിട്ടാണ് വിത്ത് IMA അർത്ഥം എന്താണെന്ന് മാമൻ അറിയാൻ വഴിയില്ല. കാര്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഹാക്കിനെ ഇവനെ പൊക്കാൻ ഇറക്കിയിട്ടുണ്ട്, അവൻ്റെ ഫോണിൽ ഇപ്പോൾ ഓഫാണെന്ന് പറഞ്ഞിട്ട് മാമൻ കുറേ കളികൾ കളിക്കില്ലായിരുന്നു. ഇത് മതി. അന്ന് എൻ്റെ പേര് വെച്ചിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ പേര് മാത്രമല്ല, എൻ്റെ സുഹൃത്ത്, ഞാൻ അടങ്ങുന്ന കുടുംബം, എന്നെ മാത്രം കൊന്നാൽ പോരെ അല്ലേ? എന്തിനാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൊന്ന് ഇത്രയും ശാപം മേടിച്ചു വെക്കുന്നത്? അതുകൊണ്ട് അനീഷ് മാമനൊരു കാര്യം ചെയ്യണം. മാമപ്പണിയൊക്കെ നിർത്തൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ ജീവൻ തുലയ്ക്കാനായിട്ടോ സ്വന്തം സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇതിനെതിരെ അനീഷ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്തിനു പറയാനായിട്ട് ഈ റീസെൻ്റ്ലി ഉണ്ടായ അസോൾട്ട് പോലും അനീഷ് എബ്രഹാമിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അനീഷ് എബ്രഹാം ഈ അസോൾട്ട് നടത്തിയ മുഖ്യപ്രതി, അറസ്റ്റിലാകപ്പെട്ട പ്രതിയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ മനോരമയിൽ വന്ന ന്യൂസ് പോലും വ്യാജമാണെന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇറക്കി ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ പോകുന്ന എല്ലാത്തിനും നിയമപരമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. പക്ഷേ അനീഷ് എബ്രഹാം എന്ന് പറയുന്ന മാമ, ഞാൻ അറസ്റ്റിലായതിന് താങ്കളുടെ തെളിവുകളുണ്ടോ? ഞാൻ ഫോൺ ഓഫ് ചെയ്ത് പോയതിന് താങ്കളുടെ തെളിവുകളുണ്ടോ? കേട്ടല്ലോ, ഒരു കുടുംബത്തെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ വ്യക്തിഹത്യ നടത്തുക, പണമുണ്ടാക്കുക, കേരളത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരെ അവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കുക, എന്നിട്ട് സ്വയം വലിയ ആൾ ചമഞ്ഞ് നടക്കുന്ന ഒരു വ്യാജനാണെന്ന് സംശയിക്കുന്ന ആളാണ് അനീഷ് എബ്രഹാം എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. അയാളുടെ ജീവിതം തുലച്ചു. അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു കേസിന്റെ കാര്യത്തിൽ, അതിൽ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ സഹായിച്ചതിന്റെ പേരിൽ അനീഷ് എബ്രഹാം ചെയ്ത വീരകൃത്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇതൊക്കെയാണ് UK-യിലുള്ള ചാണ്ടിമോന്റെ കമ്പനികൾ. അപ്പന്റെ ലെഗസി പറഞ്ഞ് അപ്പ എന്ന് നിലവിളിച്ച്
അതേ ഫാൻസി ഡ്രസ്സ് കളിച്ച് നടക്കുന്ന വ്യക്തിയൊക്കെ റിയലി എങ്ങനെയാണ്, ഇവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരുപക്ഷെ UK ആയതുകൊണ്ട് നാട്ടുകാർ അറിയില്ല എന്നാണ് കരുതുന്നത്. പക്ഷെ ഇത്തരം കാപട്യങ്ങൾ കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് സഹിക്കില്ല. അതുകൊണ്ടാണ് ചാണ്ടിമോന്റെ സ്പോൺസറായി 10 പൈസ ചെലവാക്കാതെ അദ്ദേഹത്തിന്റെ മുഴുവൻ ചെലവും നോക്കി UK എത്തിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിച്ച അനീഷ് എബ്രഹാം എന്ന വ്യക്തി ആരാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ചില കപട വ്യക്തിത്വങ്ങളുമായിട്ടാണ് ചാണ്ടിമോന്റെയും കോൺഗ്രസുകാരുടെയൊക്കെ സഹവാസം. അവിടെ പാവപ്പെട്ട മലയാളികളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്തരം ഇൻഫ്ലുവൻസർമാർ അവിടെ നടത്തുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസുകാർ ബന്ധം പുലർത്തിയിരിക്കുന്ന വ്യക്തികൾ എത്രമാത്രം കൊള്ളരുതായ്മകൾ ചെയ്യുന്ന വ്യക്തികളാണെന്ന് നാട് മനസ്സിലാക്കണം. അത് ആ ചെറുപ്പക്കാരന്റെ വാക്കുകളിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്.